എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമോസയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സമോസ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് 240 ml ആണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി. ഇത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു സമോസ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇതൊന്ന് അടിച്ചിട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചൊന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് വഴിയെ എന്തിനാണെന്ന് പറയാം. അപ്പോൾ മുട്ട കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുമ്പോഴാണ് ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് വരിക. അതിന് മുൻപായിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1/2 കപ്പ് മുഴുവൻ വെള്ളം ഇതിലേക്ക് വേണ്ട, കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നമുക്കിനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു സമോസയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കുന്ന സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ നിങ്ങൾക്കിത് കവർ ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സമോസയിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ ചിക്കനാണ് ഫില്ലിംഗ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കന് പകരം ഉരുളക്കിഴങ്ങ്, പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ ഏറ്റവും ഈസി പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ പ്രഷർ കുക്കറിൽ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടിയിൽ പിടിക്കുന്നത് നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ഒഴിക്കാതെയാണ് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 1 വിസിലാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത്. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ഇത് കരിയും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 1 വിസിൽ അടിച്ചിട്ട് നമ്മൾ ഇത് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കണം. അതായത് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സറിലോ മിക്സിയിലോ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചതാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളക്. ഇപ്പോൾ ഞാനിവിടെ നമ്മൾ ബജി മുളകാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു മുളകിന്, എരിവുമില്ല. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവില്ലാത്ത മുളക് എടുക്കുക, മുളക് ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നാടൻ രീതിയിലാണ് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ചൈനീസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സോസുകളൊക്കെ ചേർത്തിട്ടും ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവൊട്ടും ഇല്ലാത്ത മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ പച്ചക്കറികൾ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സമോസയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലേക്കോ
ഈ ഒരു മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ മാവിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ആണ് ഇത് പരത്തിയെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് പരത്താനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് റൗണ്ട് ആക്കിയിട്ട് ഇത് നന്നായിട്ട് വളരെ തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ സമോസ ഉണ്ടാക്കുന്ന അത്ര പാടില്ല. ഈ ഒരു സമോസ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളിതുപോലെ വളരെ കനം കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമോസ 2 രീതിയിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ കഷ്ണങ്ങൾ, അതായത് ചതുര കഷ്ണങ്ങളായിട്ട് ഈ ഒരു ഷീറ്റ് നമ്മൾ മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് റൗണ്ടായിട്ടും ഈ ഒരു ഷീറ്റ് മുറിച്ചെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഉരുട്ടിയിട്ട് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഫില്ലിങ് വെച്ചിട്ട് സമോസയാക്കുന്നത് നോക്കാം. നമ്മൾ ഈ സ്ക്വയർ കഷ്ണങ്ങൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ 4 സൈഡും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് മുട്ട ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ഒന്ന് കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിന് നടുവിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ഒന്ന് മടക്കുക. മടക്കുമ്പോൾ ഇതുപോലെ സൈഡിൽ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സമോസ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 കോർണർ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 2 കോർണർ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് പ്രസ് ചെയ്ത് അവിടെ വെക്കുക. അത് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ട ഒന്ന് തടവിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ബോട്ടിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു സമോസ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സമോസയെ നമുക്ക് വേണമെങ്കിൽ ബോട്ട് സമോസ എന്നും പറയാം. ഇനി നമുക്ക് റൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. റൗണ്ടും ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. സമോസ ഫോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഈസിയാണ്. കുറച്ച് ബോട്ട് പോലെയും ഇതുപോലെയും നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇത് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കുക്കായതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പുറം നന്നായിട്ടൊന്ന് ബ്രൗൺ ആകുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 13 ഇതുപോലുള്ള സമോസയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടോടെ ചായയുടെ കൂടെ നല്ലൊരു സ്നാക്കാണ്. കൊച്ചുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. ഇതിൽ ഒരുപാട് എരിയൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റുള്ള സമോസയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് മാറ്റം വരുത്താവുന്നതാണ്. മുട്ട, പച്ചക്കറി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ്, പ്രോൺസ് എല്ലാം ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള സമോസ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്